നാടാകെ മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDFനെ തിരുത്തണമെന്ന് സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ മദ്യനിരോധന സമിതിയുടെ രണ്ടാം ഘട്ട വാഹനജാഥ ഡിസംബർ 3-ന് ആരംഭിക്കും. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഇളം തലമുറ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ LP ക്ലാസ് മുതലേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. 836 ദിവസമായി ഇതുവരെ ഈ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ സർക്കാർ പ്രതിനിധികളോ സർക്കാർ കക്ഷിയുടെ പ്രതിനിധികളോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ 29 ബാറുകളാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ കേരളത്തിൽ. ഇപ്പോഴത് 945ആയി. ഞങ്ങൾ സത്യാഗ്രഹം നടത്തുന്ന മലപ്പുറത്ത് ഒറ്റ ബാറേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 32ആയി. ഒരു ബാർ മാത്രമേ കോഴിക്കോട്ട് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 41ആയി. കേരളത്തിൽ 33 ഇരട്ടി മദ്യ ബാറുകൾ ഉണ്ടായി, കോഴിക്കോട് 40 ഇരട്ടി ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം റദ്ദു ചെയ്തും ദേവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ശ്മശാനാദികളിൽ നിന്നും മദ്യശാലകൾ പാലിക്കേണ്ട ദൂരവ്യവസ്ഥ ലഘൂകരിച്ചും ബാറുകളുടെ രാത്രിയിലെ പ്രവർത്തന സമയം കൂട്ടിക്കൊടുത്തും സർക്കാർ മദ്യവ്യാപനത്തിന് കൂട്ടുനിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളം അഭിമുഖീകരിക്കുന്ന മഹാവിപത്താണ് മദ്യമെന്ന് സമ്മതിച്ച LDF ഇപ്പോൾ ശ്രമിക്കുന്നത് മദ്യോപയോഗം ഗൗരവമുള്ള ഒരു വിഷയമേ അല്ല എന്ന് വരുത്തി മറ്റ് ലഹരികൾക്കെതിരെ മാത്രമായി ജനവികാരം തിരിച്ചുവിടാനാണ്. ഇത് മദ്യലോബിയെ സഹായിക്കാനും അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും വേണ്ടിയാണ്. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർത്ത LDFന് വോട്ടില്ല എന്ന് കേരള മദ്യനിരോധന സമിതി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ പ്രചാരണം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. LDFന് എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ അവർ കണ്ണു തുറക്കും. UDF ശ്രദ്ധിക്കും. ഇവരെ കൊണ്ട് വോട്ട് കുറഞ്ഞാൽ രണ്ട് മുന്നണികളും ഞങ്ങളെ പരിഗണിക്കും. വാർത്താ സമ്മേളനത്തിൽ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, പ്രൊഫസർ TM രവീന്ദ്രൻ, പ്രൊഫസർ OJ ചിന്നമ്മ, പൊയ്രിൽ കൃഷ്ണൻ, രാജീവൻ ചൈത്രം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.